അവഗണനകളും തഴയപ്പെടലുകളും ഇക്കുറിയില്ല. അടങ്ങാത്ത പോരാട്ട വീര്യം കൊണ്ട് IPLൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് തന്നെ വിമർശിച്ചവരെ കൊണ്ട് തിരുത്തിപ്പറയിച്ച് പൊരുതി നേടിയ സ്ഥാനം. കളിയുടെ സാഹചര്യം ആവശ്യപ്പെടുന്ന രീതിയിൽ തന്റെ ഗെയിമിനെ ഫ്ലെക്സിബിൾ ആക്കാൻ കഴിവുള്ള പ്ലെയർ, ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പിംഗ്, ബാറ്റിംഗ് ഇതെല്ലാം എടുത്തു നോക്കിയാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. തന്റെ ഏറ്റവും മികച്ച IPL സീസണിലൂടെയാണ് രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു സാംസൺ കൊണ്ടുപോയത്. സ്ഥിരതയില്ലെന്ന പഴി ഒരുപാട് കേട്ടു. എന്നാൽ ഈ IPLലെ പ്രകടനം പലരും വിരാട് കോഹ്ലിയുമായാണ് താരതമ്യപ്പെടുത്തിയത്. അത്രയ്ക്ക് സ്ഥിരതയാർന്ന പ്രകടനമാണ് സഞ്ജു ഈ സീസണിൽ കാഴ്ചവെച്ചത്. രാജസ്ഥാൻ റോയൽസിനെ മുന്നിൽ നിന്ന് നയിച്ചും ജയിപ്പിച്ചും കയ്യടി നേടുന്ന സഞ്ജു അങ്ങനെ ഇന്ത്യൻ ടീമിൽ നിന്നും ഇനിയും തഴയാൻ പറ്റില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് IPLൽ ഇക്കുറി പുറത്തെടുത്തത്. ഒടുവിൽ ടീം പ്രഖ്യാപനത്തിൽ കാത്തിരുന്ന ആ വിളി എത്തിയപ്പോൾ മലയാളികൾക്ക് മാത്രമല്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം തന്നെ. കഴിഞ്ഞ കുറച്ചു നാളത്തെ ചർച്ചകൾക്കും ആശങ്കകൾക്കും കണക്കുകൂട്ടലുകൾക്കും അവസാനം ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം നേടുന്നു. ശ്രീശാന്തിന് ശേഷം ഇന്ത്യൻ ലോകകപ്പിൽ ഇടം നേടുന്ന മലയാളി കൂടിയാവുകയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. ഇന്ത്യ കിരീടം നേട്ടമുണ്ടാക്കിയ എല്ലാ ലോകകപ്പിലും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ചരിത്രം സൃഷ്ടിച്ച 1983 ലോകകപ്പിൽ സുനിൽ വാത്സനായിരുന്നു മലയാളി സാന്നിധ്യം. തമിഴ്നാട്ടിന് വേണ്ടി കളിച്ചിരുന്ന താരം അർദ്ധ മലയാളിയായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. പിന്നീട് 2007 ആദ്യ T20 വേൾഡ് കപ്പിൽ ശ്രീശാന്ത് ഇടം നേടി ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയായി മാറി. 2007 ഏകദിന ലോകകപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതിനു ശേഷം സീനിയർ താരങ്ങളില്ലാതെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ 2007 T20 ലോകകപ്പിൽ ഇന്ത്യ കളിക്കാനിറങ്ങി കിരീടവും സ്വന്തമാക്കി. കിരീട നേട്ടം ഉണ്ടാവുമ്പോൾ ശ്രീശാന്ത് ടീമിലെ അതിനിർണായക സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ ഇതാ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സഞ്ജു സാംസൺ ലോകകപ്പ് സ്ക്വാഡിൽ. IPLലെ മികച്ച പ്രകടനമാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു ഈ സീസണിൽ 9 മത്സരങ്ങളിൽ 4 അർദ്ധ സെഞ്ചുറികൾ അടക്കം 385 റൺസ് നേടിക്കഴിഞ്ഞു. 2015 ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയെങ്കിലും സഞ്ജുവിന് 25 അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ മാത്രമാണ് അവസരം ലഭിച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ ആരംഭിക്കും മുമ്പ് മലയാളികൾ പോലും കരുതിയിരുന്നില്ല സഞ്ജു സാംസൺ T20 ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കുമെന്ന്. പക്ഷേ IPL പുരോഗമിച്ചതോടെ ഈ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ പേരും പെരുമയും മുൻനിരയിലെത്തി. സെലക്ഷൻ കമ്മിറ്റിക്ക് അവഗണിക്കുക അസാധ്യമായ വിധത്തിലായിരുന്നു പെർഫോമൻസ്. ക്യാപ്റ്റനായും വിക്കറ്റ് കീപ്പറായും ബാറ്ററായും ഒരുപോലെ മികച്ചു നിന്നതോടെ ഒരു വേള ഋഷഭ് പന്തിനും KL രാഹുലിനും അപ്പുറം ആദ്യ ചോയ്സായി പരിഗണിക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലെത്തി കാര്യങ്ങൾ. ഋഷഭ് പന്തിനൊപ്പം 2ാം വിക്കറ്റ് കീപ്പറായാണ് സഞ്ജു ടീമിലിടം നേടിയിരിക്കുന്നത്. അങ്ങനെ മലയാളി തിളക്കമുള്ള ഒരു ലോകകപ്പ് കൂടി കാണാൻ അവസരം ഒരുങ്ങിയിരിക്കുകയാണ് കേരളീയർക്ക്. രോഹിത് ശർമ്മ തന്നെയായിരിക്കും T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുക. മുൻ നായകൻ വിരാട് കോഹ്ലിയും ഇന്ത്യൻ സംഘത്തിന്റെ കിരീട പോരാട്ടത്തിനായി ഇക്കുറി ബാറ്റ് വീശും. ഹർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. യശസ്വി ജയ്സ്വാൾ, ശിവം ഡൂബെ, സൂര്യകുമാർ യാദവ്, ചഹൽ, കുൽദീപ് യാദവ് എന്നിവർ ടീമിലെത്തിയപ്പോൾ ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ എന്നിവർ പകരക്കാരുടെ പട്ടികയിലായി. ജൂൺ 2 അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായാണ് T20 ലോകകപ്പ് ആരംഭിക്കുന്നത്. ജൂൺ 5 അയർലൻഡുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. IPLലെ സ്ഥിരതയാർന്ന പ്രകടന മികവ് തുടർന്നാൽ ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ കാലമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. You are watching India's first NGO television, Malanadu TV India.